വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഗാസ്പോറോജനിസിസ് അഥവാ ഫീമെയിൽ ഗാമിറ്റ് ഫോർമേഷനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മൾ മൈക്രോസ്പോറോജനിസിസ് അഥവാ മെയിൽ ഗാമിറ്റ് ഫോർമേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ഈ കാണുന്ന രണ്ട് സൈഡിലായി കാണുന്ന പ്ലാന്റിൽ മെയിൽ ഗാമിറ്റ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്, ഫീമെയിൽ ഗാമിറ്റ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൽ ഗാമിറ്റിനെയും ഫീമെയിൽ ഗാമിറ്റിനെയും നമുക്ക് ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായി, ബ്രോഡ് ടുഗദർ ഫോർ ഫെർട്ടിലൈസേഷൻ. ആ ഒരുമിച്ച് ചേർക്കൽ എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് ഈ പറയുന്ന ബോർഡ് രണ്ട് സൈഡിലായിട്ട് പ്ലാന്റ് ഉണ്ട്. പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഹൈബിസ്കസ്. നമ്മൾ പരിചയപ്പെട്ടാണ്. അതിൽ എത്ര പൂവുണ്ട് നമുക്ക് കണ്ടു. 3 പൂവാണ് കാണുന്നത്. ഇതിൽ രണ്ടും അതിൽ ഒരു പൂവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനു മുമ്പായി എങ്ങനെയാണ് ഇവരെ ഒരുമിച്ച് ചേർക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരുമിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എവിടെയാണ് ഇവരെ ഇപ്പോൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. മെയിൽ ഗാമിറ്റ് എവിടെയാണ് കാണുന്നത്? നമുക്കറിയാം, പൊള്ളൻ ഗ്രൈൻ്റെ ഉള്ളിലാണ് നമുക്ക് മെയിൽ ഗാമിറ്റ് കാണാൻ കഴിയുക. മെയിൽ ഗാമിറ്റ് കാണാൻ കഴിയുന്ന പൊള്ളൻ ഗ്രൈൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമിറ്റ് നമുക്ക് കാണാൻ കഴിയുക എന്നെങ്കിൽ ഫീമെയിൽ ഗാമിറ്റ് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എംബ്രിയോ സാക്ക് ആയിരിക്കും. എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ എന്ത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമിറ്റ് നമുക്ക് കാണാൻ കഴിയും. ഫീമെയിൽ ഗാമിറ്റ് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും ഇരിക്കുന്ന ഈ പൊള്ളൻ ഗ്രൈനും എംബ്രിയോ സാക്കും ആ പറയുന്ന മെയിൽ ഗാമിറ്റിനെയും ഫീമെയിൽ ഗാമിറ്റിനെയും ഒന്നിച്ച് ചേർക്കേണ്ടതുണ്ട് ഫോർ കണ്ടക്റ്റിംഗ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവർ നമുക്ക് ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മുകളിൽ ഫ്ലവേഴ്സ്, ഈ പറയുന്ന പൂക്കൾ 4 ഈ പറയുന്ന 3 രണ്ട് പ്ലാന്റിലായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഹിബിസ്കസ് എന്ന് പറയുന്ന ചെടി, ഇതാണ് മറ്റൊരു ഹിബിസ്കസ് എന്ന് പറയുന്ന ചെടി. അപ്പോൾ 2 ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ 2 ചെടികൾ നമുക്ക് കാണുന്നുണ്ട്. ആ ചെടികളിൽ എങ്ങനെയായിരിക്കും പോളിനേഷൻ, ഏതൊക്കെ രീതിയിൽ, അതായത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇത് ഉണ്ടാവുന്ന സ്ഥലം പറഞ്ഞു, നമുക്ക് പൊള്ളൻ ഗ്രെയിൻ മെയിൽ ഗാമിറ്റും ഫീമെയിൽ എംബ്രിയോസാക്കിൽ എന്നൊരു ഫീമെയിൽ ഗാമിറ്റും കാണും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം? ആ ഒരുമിച്ച് ചേർക്കാൻ സഹായിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. അതിനെ വിളിക്കുന്ന പേര്, മെയിൽ ഗാമിറ്റിനെയും ഫീമെയിൽ ഗാമിറ്റിനെയും ഒന്നിച്ച് ചേർക്കാൻ നടക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ. സോ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ പിസ്റ്റിലേക്ക്, അതായത് പൊള്ളൻ ഗ്രെയിനിൻ്റെ ഈ പറയുന്ന ആന്തറിൽ കാണുന്ന പൊള്ളൻ ഗ്രെയിനിലെ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുക എന്നതാണ് പോളിനേഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പരാഗണം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. റിപ്പീറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ to the stigma of the pistil. That is what is called pollination എന്ന പേരിലാണ് അത് അറിയപ്പെടുക. സോ ട്രാൻസ്ഫർ ഓഫ് pollen grain to the stigma of the pistil. പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് പോളിനേഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സ്റ്റിഗ്മ ഇസ് ദ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പൊള്ളൻ ഗ്രെയിൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നർത്ഥം? പോളിനേഷൻ സംഭവിച്ചു എന്നർത്ഥം. അങ്ങനെ പോളിനേഷൻ നടക്കാൻ വേണ്ടി അഡാപ്റ്റേഷൻസ് നമ്മുടെ പ്ലാന്റ്സിൽ കാണിക്കുന്നുണ്ട്. ഈ പോളിനേഷൻ വളരെ എഫക്റ്റീവായി നടക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് ഈ ചിത്രത്തിൽ ഈ പൂക്കളിൽ കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഗ്രീൻ കളറിലായിട്ടുള്ള ആ ചെമ്പരത്തിൽ നിന്ന് പ്യുവർ റെഡ് കളറുള്ള എന്ത് കാണുന്നു? ഈ ഫ്ലവർ കാണുന്നു. അതിനർത്ഥം തന്നെ എന്താണ്? ആ അഡാപ്റ്റേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ റെഡ് കളർ കാണുന്നത്. മറ്റുള്ള ഓർഗാനിസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ അങ്ങനെ അമേസിങ് അറേ ഓഫ് അഡാപ്റ്റേഷൻസ് ആരാണ് ഈ പറയുന്ന പ്ലാന്റ്സിൽ കാണുന്നുണ്ട്, പോളിനേഷൻ ഫലവത്തായി നടക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന പോളിനേഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ നടക്കാം? പൊള്ളൻ ഗ്രെയിനിൻ്റെ സോഴ്സ് അനുസരിച്ച് ഈ പോളിനേഷൻ ഏതൊക്കെ രീതിയിൽ നടക്കാം എന്നാണ് നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ചെടി നോക്കുക. ചെടി നോക്കിയതിന് ശേഷം എന്നോട് അവിടെ ഒന്ന് ആലോചിക്കുക, എങ്ങനെയൊക്കെ നമുക്ക് നടക്കാം. 3 ഫ്ലവറാണ് കാണുന്നത്. നമുക്കറിയാം, ഫ്ലവർ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഓർഗനാണ്. ആ ഓർഗനിൽ എങ്ങനെയായിരിക്കും പോളിനേഷൻ നടക്കുക? എന്താ പോളിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ പോളിനേഷൻ എങ്ങനെ നടക്കാം എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്.
പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ പിസ്റ്റിൽ ഫ്ലവറിലുള്ള പിസ്റ്റിൽ കാണുന്ന സ്റ്റിഗ്മയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ പോളിനേഷൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഫ്ലവർ കാണുന്നുണ്ട്, ഈ 2 സൈഡിലെ 2 ഫ്ലവർ കാണുന്നുണ്ട്, ഇവിടെ ഒരു ഫ്ലവറും കാണുന്നുണ്ട്. ഇങ്ങനെ 3 പ്ലാന്റിലും പൊള്ളൻ ഗ്രെയിൻ ഉണ്ട്. അങ്ങനെയാൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പോളിനേഷൻ സാധ്യമാവും അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏതെല്ലാം രീതിയിൽ പോളിനേഷൻ സാധ്യമാവും? ഒന്ന്, ഒരു സാധ്യത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പറയുന്ന ചെടി അതായത് ഈ ഫ്ലവറിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവാം? പൊള്ളൻ ഗ്രെയിൻസ് എവിടെ വന്ന് വീഴാം? ഇതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാം. ഒരു സാധ്യത. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? അതായത് ഇതിലുള്ള ഈ ഫ്ലവറിലുള്ള 2 എന്ന് പറയുന്ന ഫ്ലവറിലുള്ള പൊള്ളൻ ഗ്രെയിൻസ് ഏതിലേക്ക് വീഴാം? ഇതിലേക്ക് വന്ന് വീഴാം, ഈ പറയുന്ന പ്ലാന്റിലേക്ക് വന്ന് വീഴാം. ഓക്കെ, അത് ഒരു സാധ്യത. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന ഫ്ലവറിന്റെ പൊള്ളൻ ഗ്രെയിൻസ് എന്ത് വീഴാം? ഈ പറയുന്ന 1 എന്ന് പറയുന്ന ഫ്ലവറിന്റെ പൊള്ളൻ ഗ്രെയിൻസ് 2 എന്ന് പറയുന്ന ഫ്ലവറിന്റെ എന്താ പറയുക സ്റ്റിഗ്മയിൽ ചെന്ന് വീഴാം. അതായത് 1 നിന്ന് 2ലേക്ക്, അതേ പ്ലാന്റ് 2ലേക്ക് ചെന്ന് വീഴാം പൊള്ളൻ ഗ്രെയിൻസ്. അങ്ങനെ പോളിനേഷൻ നടക്കാം. ഇനി അതും അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന പ്ലാന്റ് അതേ ഫ്ലവറിലേക്ക് തന്നെ പൊള്ളൻ ഗ്രെയിൻ വന്ന് വീഴാം. ഇസ് ഇറ്റ് ക്ലിയർ? റിപ്പീറ്റ് ചെയ്യാണ്. 3 സാധ്യതകളാണ് പരിചയപ്പെടുന്നത്. അല്ല, ഒന്നാമത്തെ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. അതായത് 2 എന്ന് പറയുന്ന ഫ്ലവർ, ഈ ഫ്ലവറിൽ നിന്ന് ഈ ഫ്ലവറിൻ്റെ പൊള്ളൻ ഗ്രെയിൻസ് കാറ്റത്ത് വന്ന് അല്ലെങ്കിൽ വേറെ രീതിയിലെങ്കിലും വന്ന് ഇവിടെ ഇതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. ഇത് ഒന്നാമത്തെ സാധ്യത. രണ്ടാം സാധ്യത എന്ന് പറയുന്നത് ഇതിലെ 1-2 ഫ്ലവർ, സെയിം പ്ലാന്റിൻ്റെ 1-2 ഫ്ലവറിൽ ഒന്നാമത്തെ ഫ്ലവറിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലവറിലേക്ക് എന്ത് വീഴുക? പൊള്ളൻ ഗ്രെയിൻസ് വന്ന് വീഴുക. ഇത് രണ്ടാമത്തെ സാധ്യത. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഫ്ലവറിൽ ഒരു പ്ലാന്റ് ഒരു ഫ്ലവറിൽ നിന്ന് ആ സെയിം ഫ്ലവറിലേക്ക് തന്നെ എന്ത് വീഴുക? പൊള്ളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് വീഴുക. ഇതാണ് മൂന്നാമത്തെ സാധ്യത. ഇങ്ങനെ 3 രീതിയിലാണ് പോളിനേഷൻ സാധാരണഗതിയിൽ നടക്കുക. അതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ഇനി പരിചയം. ആദ്യത്തെയാണ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ്റെ ആദ്യത്തെ നമ്മൾ പരിചയപ്പെടുത്താണ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ. അതായത് പോളിനേഷൻ എന്ന പൊള്ളൻ ഗ്രെയിൻസിൻ്റെ സോഴ്സ് അനുസരിച്ച് പോളിനേഷനെ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതായത് പൊള്ളൻ ഗ്രെയിൻസിൻ്റെ സോഴ്സ് അനുസരിച്ച് എവിടെയാണോ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ സോഴ്സ് അനുസരിച്ച് പോളിനേഷനെ ഇപ്പോൾ 3 ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ല, ആദ്യത്തെ പരിചയപ്പെടുത്താമാണ് ഒരു പ്ലാന്റ് ഒരു ഫ്ലവർ, ആ ഫ്ലവറിലെ പൊള്ളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് ഒറിജിനേറ്റ് ഈ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. ഇതെങ്കിൽ ഒരു പോളിനേഷൻ ആണ്. ആ പോളിനേഷൻ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി എന്ന പേരിൽ അറിയിക്കുന്നു. ട്രാൻസ്ഫർ ഓഫ് pollen grains from one flower to the stigma of the same flower. It is called autogamy, or otherwise it is called self-pollination എന്ന പേരിൽ അറിയപ്പെടുന്നു. Transfer of pollen grains from one flower to the stigma of the same flower is called autogamy, or otherwise it is called self-pollination എന്ന് പേരിൽ അറിയപ്പെടുന്നു. ഈ സെൽഫ് പോളിനേഷൻ സാധാരണഗതിയിൽ പ്രകൃതി തന്നെ അംഗീകരിക്കാത്തതാണ്. സെൽഫ് പോളിനേഷൻ വളരെ റയർ ആയിട്ട് നടക്കുള്ളൂ. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ആ സെൽഫ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിനുണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലവറില്ല പൊള്ളൻ ഗ്രെയിൻസിൻ്റെ മെച്യൂരിറ്റിയും സ്റ്റിഗ്മയുടെ മെച്യൂരിറ്റിയും തമ്മിലൊരു സിങ്ക് ഉണ്ടായിരിക്കും. സെയിം സമയത്തായിരിക്കും ഇവർ മെച്യൂരിറ്റി പീരീഡിലെത്തുക. സെയിം സമയത്ത് അതായത് പൊള്ളൻ ഗ്രെയിൻ മെച്യൂർഡായി പുറത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റിഗ്മയും മെച്യൂറായിട്ട് റിസീവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സെൽഫ് പോളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത. നല്ലൊരു സിങ്കർണൈസേഷൻ ആര് തമ്മിലുണ്ട്? പൊള്ളൻ ഗ്രെയിൻസും അതേപോലെ തന്നെ സ്റ്റിഗ്മയും തമ്മിലുണ്ടാവണം. സെയിം സമയത്ത് അവർ മെച്യൂരിറ്റി പീരീഡിലെത്തണം. അതേപോലെ തന്നെ പൊള്ളൻ റിസെപ്റ്റിവിറ്റി സെയിം സമയത്തിന് ആർക്കും ഉണ്ടാവണം, സ്റ്റിഗ്മയ്ക്ക് ഉണ്ടാവണം. അങ്ങനൊരു സിങ്കർണൈസേഷൻ ആര് തമ്മിലുണ്ട്? പൊള്ളൻ ഗ്രെയിനും അതേപോലെ സ്റ്റിഗ്മയും തമ്മിലുണ്ടായിരിക്കണം. അതാണ് സെൽഫ് പോളിനേഷൻ്റെ പ്രത്യേകത. ഈ സെൽഫ് പോളിനേഷനിലെ ചില പ്ലാന്റ്സിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വയോള, ഒരു പ്ലാന്റിൻ്റെ പേരാണ് വയോള, ദെൻ കൊമലിന, ദെൻ അതേപോലെയാണ് ഓക്സാലിസ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളിൽ ഈ പ്ലാന്റ്സുകളുടെ സെൽഫ് പോളിനേഷൻ ആണ് പൊതുവെ കാണുന്നത്. ആ സെൽഫ് പോളിനേഷന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എഴുതിയെടുത്ത് പോവാട്ടോ. അപ്പോൾ നമ്മൾ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ പേരാണ് ഓട്ടോഗമി എന്ന പേരിൽ അറിയപ്പെടുന്നു, അഥവാ സെൽഫ് പോളിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് pollen from one flower to the stigma of the same flower is called autogamy, otherwise it is called self pollination. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തുന്ന ചില പ്ലാന്റ്സുകളുടെ പേരുകളാണ് ഞാൻ എഴുതിയത്. വയോള, ദെൻ അടുത്താണ് കൊമലിന, അടുത്തതാണ് ഓക്സാലിസ്.
ഇങ്ങനെയുള്ള ചില ഓക്സാലിസ് പോലത്തെ പ്ലാന്റ്സുകളിൽ എന്താ നടക്കുന്നത്, ഓട്ടോഗേമി നടക്കുന്നുണ്ട്. ആ ഓട്ടോഗേമി നടക്കുന്ന സമയത്ത് ഈ പ്ലാന്റ്സിൻ്റെ പടം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഈ പ്ലാന്റ്സിൻ്റെ ചെടികളുടെ പടം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ചെടി ഇരിക്കുക എന്ന് ഒരു ഇമാജിൻ ചെയ്യുക. ഇങ്ങനെയായിരിക്കുക. അതിൽ രണ്ട് തരത്തിലുള്ള ഫ്ലവർ ഒരു പ്രത്യേക തരത്തിലുള്ള പോളിനേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു ടൈപ്പ് ഫ്ലവർ, റെഡ് കളറിൽ ഫ്ലവർ ഫോർമേഷൻ നടക്കുന്നു. അടുത്തതിൽ ഇവിടെ ഫ്ലവർ ബഡ് കാണുന്നു, ഓക്കെ, ശ്രദ്ധിച്ചോ. ഈ പറയുന്ന ഓട്ടോഗമി രണ്ട് രീതിയിലാണ് വയോളയിലും കൊമലിന അഥവാ ഓക്സാലിസിലും നടക്കുന്നത്. രണ്ട് തരത്തിലുള്ള പോളിനേഷൻ ഓട്ടോഗമി നടക്കുന്നുണ്ട്. ആ ഓട്ടോഗമിയുടെ പരിചയപ്പെടുത്താണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് രണ്ട് തരത്തിലുള്ള ഫ്ലവർ ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ചാസ്മോഗാമസ് ഫ്ലവർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. അപ്പോൾ ഈ ചാസ്മോഗാമസ് കണ്ടീഷനും ക്ലീസ്റ്റോഗാമസ് കണ്ടീഷനും പറഞ്ഞാൽ ഇത്ര വ്യത്യാസമുള്ളൂ. ക്ലീസ്റ്റോ മീൻസ് ക്ലോസ്ഡ്. ഒരു അർത്ഥം എന്ന് പറയുന്നത് ക്ലോസ്ഡ് എന്നാണ് അർത്ഥം. ക്ലോസ്ഡ് എന്ന പേര് അറിയുക. ഇത്രയും മനസ്സിലാക്കുന്നുള്ളൂ. അതായത് ഇത് രണ്ടും സെൽഫ് പോളിനേഷൻ അതോ ഓട്ടോഗമിയാണ്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാസ്മോഗാമസ് ഫ്ലവറിൽ കൃത്യമായി അത് ഓപ്പൺ ചെയ്തു വരും. എല്ലാ ഫ്ലവേഴ്സും കൃത്യമായി ഓപ്പൺ ചെയ്യും. ആ സ്റ്റിഗ്മയിൽ ആന്തർ പൊട്ടി അതിൽ നിന്ന് എന്തോ പുറത്തേക്ക് വരുന്നു, പൊള്ളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരും. അത് നേരെ സ്റ്റിഗ്മയിൽ വന്ന് വീഴും. അങ്ങനെ പോളിനേഷൻ എടുക്കും. ഓപ്പൺ ടൈപ്പ് ഓട്ടോഗമി. ദിസ് ഈസ് കോൾഡ് ചാസ്മോഗാമസ് കണ്ടീഷൻ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് വിളിക്കുന്നവരാണ് ചാസ്മോഗാമസ് കണ്ടീഷൻ. ഇത് നോർമലി നടക്കുന്ന എല്ലാ ഓട്ടോഗാമസ് ഫ്ലവേഴ്സിലും കാണുന്ന പ്രത്യേകതയാണ്. ഇതുകൂടാതെ അതേ സെയിം ഫ്ലവറിൽ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലവർ ബഡ് ഫോർമേഷൻ. ക്ലോസ്ഡ് ആയിരിക്കും. ഫ്ലവർ ഓപ്പൺ ചെയ്യാതെ ക്ലോസ്ഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനുള്ള ആന്തറും അതേപോലെ അല്ലെങ്കിൽ സ്റ്റേമെൻസ്, ആന്തർ എന്ന് പറയുന്ന സ്ട്രക്ചർ മെച്ചുർ ആവുന്നു. എന്താ പറയുക, പിസ്റ്റിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ മെച്ചുർ ആവുകയും ആന്തറിൽ നിന്ന് പൊള്ളഗ്രെയിൻസ് പുറത്തേക്ക് കടന്ന് സ്റ്റിഗ്മയിൽ ഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബഡ് ഫ്ലവറായി മെച്ചുറായി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായിരുന്നു അതിനുള്ള സെൽഫ് പോളിനേഷൻ നടക്കുന്നു, അതിനുള്ള ഓട്ടോഗമി നടക്കുന്നു. അതായത് ബഡ് ഫോർമേഷൻ സ്റ്റേജിൽ സെൽഫ് പോളിനേഷൻ നടക്കുന്നു. ഏതിൽ? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ. അങ്ങനെയുള്ള കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ് കണ്ടീഷൻ എന്ന പേര് അറിയപ്പെടുന്നു. ദീസ് ആർ ടു ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് മെന്റ് ഫോളോ ക്ലോസ്ഡ് ടൈപ്പ് ആൻഡ് ഓപ്പൺ ടൈപ്പ് ഓട്ടോഗമി. ഒന്ന് ചാസ്മോഗാമസ് കണ്ടീഷനും ഒന്ന് ക്ലീസ്റ്റോഗാമസ് കണ്ടീഷനും. ചാസ്മോഗാമസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഓട്ടോഗമി. ദാറ്റ് മീൻസ് എക്സ്പോസ്, അതായത് ഫ്ലവർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെൽഫ് പോളിനേഷൻ നടക്കുക. മറ്റ് ഫ്ലവർ ഫോം ചെയ്യാതെ ബഡ് സ്റ്റേജിൽ തന്നെ അത് ക്ലോസ്ഡ് ആയ സമയത്ത് തന്നെ നടക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ് കണ്ടീഷൻ അഥവാ ക്ലീസ്റ്റോഗമി എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലീസ്റ്റോഗമി എന്ന പേരിൽ അല്ലെങ്കിൽ ക്ലീസ്റ്റോഗാമസ് കണ്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സച്ച് ഫ്ലവേഴ്സ് ഈസ് കോൾഡ് ചാസ്മോഗാമസ് ഫ്ലവർ. മറ്റെന്നെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഓട്ടോഗമി ക്ലിയർ ആയി. രണ്ടാമത്തെ ഒരു രീതിയിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സാധ്യത എന്ന് മനസ്സിലായിരിക്കുന്നു. സെയിം പ്ലാന്റ് പക്ഷേ ടു ഫ്ലവേഴ്സാണ് ഇതിന് പങ്കെടുക്കുന്നത്. ടു ഫ്ലവേഴ്സ് പങ്കെടുക്കുന്നു. സെയിം പ്ലാന്റ് ആണ്. അതായത് pollination from pollen grains from one flower to the another flower of the സെയിം പ്ലാന്റ്. ഒരേ സെയിം പ്ലാന്റിൽ തന്നെ എന്താണ് രണ്ട് ഫ്ലവറിൽ വെച്ച് എന്തായിരുന്നു പോളിനേഷൻ എടുക്കുക. സെയിം പ്ലാന്റ് ആണ്, പക്ഷേ വിവിധ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലാണ് പോളിനേഷൻ എടുക്കുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് pollen grains from one flower to the another flower of the same plant. This is called second type pollination. It is called ഗൈറ്റ്നോഗമി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗൈറ്റ്നോഗമി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗൈറ്റ്നോഗമി. So what is meant by ഗൈറ്റ്നോഗമി? ഗൈറ്റ്നോഗമി which means transfer of pollen grains from one flower to the stigma of the another flower of the same plant. Such a condition is called geitonogamy. Geitonogamy is a type of autogamy. Why? Because these two flowers are under same plant നിന്ന് വരുന്നതുകൊണ്ട് അത് ഡിഫറെൻറ്റ് ഫ്ലവർ ആയാൽ തന്നെയും അവരുടെ ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം ആയതുകൊണ്ട് ഇത് നമുക്ക് ഓട്ടോഗമി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇവിടെയും ഒരു സിങ്കർണൈസേഷൻ ആവശ്യമാണ്. കാരണം ഒരേ ഫ്ലവർ അതേ സമയത്ത് തന്നെ മറ്റേ ഫ്ലവർ മെച്ചുർ ആവണം. അത് രണ്ടും ഒരേ സമയം മെച്ചുർ ആകുമ്പോൾ കൃത്യമായി ട്രാൻസ്ഫർ ഓഫ് pollen grains നടക്കുകയും സ്റ്റിഗ്മ കൃത്യമായി റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓട്ടോഗമി. ബട്ട് ദർ ഇസ് എ ഡിഫറെൻറ്റ് ഫ്ലവർ വെൻ കമ്പയർ ടു സെയിം ഫ്ലവർ അല്ല, പക്ഷേ ഡിഫറെൻറ്റ് ഫ്ലവറാണ്. സെയിം പ്ലാന്റ് ആണ് അർത്ഥം. ഇവിടെ സെയിം പ്ലാന്റ് ആണ്, ഇത് ഡിഫറെൻ്റ്. ഇത് സെയിം പ്ലാന്റും സെയിം ഫ്ലവറും ആണ്. ഇത് സെയിം പ്ലാന്റും ഡിഫറെൻറ്റ് ഫ്ലവറും ആണ് അർത്ഥം. ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് ഗൈറ്റ്നോഗമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എല്ലാവരും കോമൺ ആയിട്ട് അറിയാവുന്ന സാധനമാണ് ഇവിടെ നിന്ന് ഇവിടേക്ക്. അതായത് ഒരു പ്ലാന്റിൻ്റെ
പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൽ നിന്ന് വേറൊരു പ്ലാന്റിൻ്റെ മറ്റൊരു ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. pollen grains from one plant to the stigma of the different another flower of another plant. another പ്ലാന്റിനും another ഫ്ലവറിലേക്കാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, pollen grains ട്രാൻസ്ഫർ നടക്കുന്നത്. such type of pollination is called synogamy. ഇതിനെ വിളിക്കുന്ന പേരാണ് synogamy എന്ന പേരിൽ അറിയപ്പെടുന്നു. or otherwise it is called cross pollination എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്രോസ് പോളിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രകൃതി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. ജനറ്റിക് വേരിയബിലിറ്റിക്ക് വേണ്ടി, ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി സിനോഗമിയാണ് നമ്മുടെ ആര് പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മുടെ നേച്ചർ, പ്രകൃതി തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയുള്ള പോളിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം one flower to the stigma of the another flower of the different പ്ലാന്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സെയിം പ്ലാന്റ് അല്ല നടക്കുന്ന ട്രാൻസ്ഫർ. such type of transfer is called pollination is called synogamy or otherwise it is called cross pollination എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയാണ് പോളിനേഷൻ സംബന്ധമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയി കാണുന്നു. ഇതിൻ്റെ ഗൈനോഗമിയായിട്ട് ബന്ധപ്പെട്ട ഒരു പടം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും, ഒന്ന് ശ്രദ്ധിക്കുക. ആ പടം അതിൽ നിങ്ങൾക്ക് ചാസ്മോഗാമസ് ഫ്ലവർ കാണാൻ പറ്റും, അതേപോലെ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ കാണാൻ പറ്റും. നിങ്ങൾ കണ്ട പടത്തിൽ ചാസ്മോഗാമസ് ഫ്ലവർ എന്ന് പറയുന്ന ഓപ്പൺ ആണ്, അത് റെഡ് കളറിൽ കാണുന്നതാണ്. പിന്നെ ബഡായിട്ട് കാണുന്നതാണ് എന്ത്, ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയാണ് നമുക്ക് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ക്രോസ് പോളിനേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ക്രോസ് പോളിനേഷൻ നേച്ചർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതായത് ക്രോസ് പോളിനേഷൻ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടേക്ക്, ഇതാണ് ക്രോസ് പോളിനേഷൻ. അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യും? അപ്പോൾ ഇവിടെയുള്ള pollen grainsനെ ഈ പറയുന്ന സ്റ്റിഗ്മയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കും, അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഏജൻസ്, ഈ രീതി, ഈ ട്രാൻസ്ഫർ സഹായിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഏജൻസ് ഓഫ് പോളിനേഷൻ. പോളിനേഷൻ സഹായിക്കുന്ന ഏജൻസിനെ വിളിക്കുന്നു, പോളിനേഷനെ സഹായിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഏജൻസ് ഓഫ് പോളിനേഷൻ. അതായത് ഇവിടെയുള്ള pollen grainsനെ ഇങ്ങോട്ട് എത്തിക്കാൻ ആരാണ്, സ്റ്റിഗ്മയിലേക്ക് എത്തിക്കാൻ ആരാണോ സഹായിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ഏജൻസ് ഓഫ് പോളിനേഷൻ, അല്ലെങ്കിൽ പോളിനേറ്റേഴ്സ്. അവരെ പോളിനേറ്റേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഏജൻസ് ഓഫ് പോളിനേറ്റേഴ്സ് എന്ന് വിളിക്കും. ദർ ആർ 2 different types of pollinators. One is called abiotic pollinators. രണ്ടാമത്തെ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഏജൻസ് എന്ന പേര് അറിയപ്പെടുന്നു. ബയോട്ടിക് ഏജൻസ്. എന്താ എബയോട്ടിക്കും ബയോട്ടിക്കും നമ്മൾ അജീവിയ, ജീവനില്ലാത്ത ചില ഏജൻസുകളുണ്ട്, ജീവനുള്ള ചില ഏജൻസുകളുണ്ട്. അപ്പോൾ ജീവനില്ലാത്ത ഏതാണെന്ന് പരിചയപ്പെടണം, ജീവനുള്ളത് ഏതാണെന്ന് പരിചയപ്പെടണം. അതായത് പോളിനേഷനെ സഹായിക്കുന്ന ജീവജാലങ്ങൾ, ജീവനുള്ളതും അജീവവുമായ ആൾക്കാർ ആരൊക്കെയാണ് പോളിനേഷൻ സഹായിക്കുന്നത്? ആദ്യത്തെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് എബയോട്ടിക് ആയിട്ടുള്ള മാറ്റേഴ്സ്. ഏതൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്ക് എബയോട്ടിക് നമുക്കറിയാം പൊള്ളൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. അങ്ങനെയുള്ള തന്നെ നമുക്ക് അവിടെ ആ വളരെ ലൈറ്റായിട്ടുള്ള ഈ pollen grains സ്റ്റിഗ്മയിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന എബയോട്ടിക് ഫാക്ടറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിൻഡ് എന്ന് പറയുന്നത്. വിൻഡ് നിങ്ങൾക്കാണ് കാറ്റ്, അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് അനിമോഫിലി എന്ന പേര് അറിയപ്പെടുന്നു. അനിമോഫിലി, കാറ്റ് മുഖാന്തരം ഈ pollen grains അവിടേക്ക് എത്തണം, ഈ സ്റ്റിഗ്മയിൽ എത്തുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അനിമോഫിലി അഥവാ വിൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പോളിനേഷൻ നടക്കുന്നത്. മനസ്സിലാക്കുക, pollen grains ഒരു കാറ്റത്ത് പറന്ന് അവിടേക്ക് എത്തുന്നു, ഇത് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. ഇതാണ് വിൻഡ് മൂലമുള്ള പോളിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് വാട്ടർ, ഇതിന് ഹൈഡ്രോഫിലി എന്ന് പറയുന്നു. വെള്ളത്തിൽ വീഴുന്ന pollen grains വെള്ളത്തിൽ കൂടെ വേവ്സ് വഴി അടുത്ത പ്ലാന്റിലെ സ്റ്റിഗ്മയിൽ വന്ന് ടച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് വാട്ടർ. അതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോളജി ഇസ് എ സ്റ്റഡി ഓഫ് വാട്ടർ, സോ ഇറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോഫിലി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് പരിചയപ്പെട്ടത്. ഒന്ന് വിൻഡ്, ഒന്ന് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബയോട്ടിക് ആയിട്ടുള്ള മാറ്റേഴ്സ് ഏതായിരിക്കും? ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജീവജാലങ്ങൾ നടത്തുന്ന പോളിനേഷൻ. അത് എക്സാമ്പിൾ അനിമൽ. എല്ലാ അനിമൽസും ബയോട്ടിക്കിലാണ് പെടുക. ബയോട്ടിക് ആയിട്ടുള്ള പോളിനേറ്റേഴ്സ് എന്ന് പറയുന്ന അനിമൽസ് ആണ്. അത് ചിലപ്പോൾ ഹണി ബി ആയിരിക്കാം, ചിലപ്പോൾ വാസ്പായിരിക്കാം, ചിലപ്പോൾ എന്താ പറയുക വലിയ ഈ പറയുന്ന ബേർഡ്സ് ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള അനിമൽസ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന പരാഗണം, ഈ പറയുന്ന പോളിനേഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്നത് അവരെ പോളിനേറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആ പോളിനേറ്റേഴ്സ് ബയോട്ടിക്കിൽ ഒരു വിഭാഗമാണ് അനിമൽസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അനിമൽസ്. ഇനി നമ്മൾ ഈ പറയുന്ന ബയോട്ടിക് ക്ലിയറായി. ബയോട്ടിക് 2 വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ദെൻ ബയോട്ടിക്കിൽ എന്താണ് അനിമൽസ് ഉണ്ട്. ഇനി നമ്മൾ ഈ 3 ഓരോന്നിൻ്റെയും പ്രത്യേകത, അതായത് വിൻഡ് വഴി പോളിനേഷൻ നടത്തുകയാണെങ്കിൽ ഈ പ്ലാന്റ് വിൻഡ് വഴിയാണ് നടത്തുന്നതെങ്കിൽ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്തൊക്കെ ആയിരിക്കണം, എന്ത് പ്രത്യേകത ഉണ്ടായാലും മാത്രമേ ഇവിടെയുള്ള pollen grainsനെ വിൻഡ് വഴി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇനി അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ? നമ്മൾ ഏജൻസ് ഓഫ് പോളിനേഷനിലെ ആദ്യത്തെ നമ്മൾ വിൻഡ് എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് വിൻഡ്. ഓക്കെ, വിൻഡ്.
വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്ന വിളിക്കുന്ന പേരാണ് അനിമോഫിലി എന്ന പേര് അറിയപ്പെടുന്നു. അങ്ങനെ വിൻഡ് വഴി പോളിനേഷൻ നടത്തുകയാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ പൊളൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ കാറ്റ് വഴിയാണ് പോളിനേഷൻ നടത്തുന്നത് കരുതുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൊളൻ ഗ്രെയിൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നല്ല കാറ്റ് ഊതാണ്. ആ കാറ്റ് ഊതുന്ന സമയത്ത് എൻ്റെ കയ്യിലെ പൊളൻ ഗ്രെയിൻസ് എങ്ങനെ മൂവ് ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വിൻഡ് വഴി പോളിനേഷൻ നടത്താൻ പൂമ്പൊടി കണ്ടവാനുണ്ട്. അത് എങ്ങനെ പെർഫോം ചെയ്ത് എങ്ങനെ തൊട്ടടുത്തുള്ള പ്ലാന്റിലേക്ക് എത്തും നമുക്ക്. പക്ഷേ ഈ പ്ലാന്റിലുള്ള പൊളൻ ഗ്രെയിൻസ് എൻ്റെ കയ്യിൽ വീണിട്ട് ഇത് കാറ്റ് വഴിയാണ് ഇങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ പൊളൻ ഗ്രെയിൻസ് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ പൊളൻ ഗ്രെയിൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഊതാണ്, കാറ്റ് പ്രിയാണ്. അപ്പോൾ കാറ്റ് ഇപ്പോൾ ഈ പൊളൻ ഗ്രെയിൻസ് കേട്ടോ, ഈ കാറ്റ് എവിടം വരെ എത്തി? ഈ പറയുന്ന നിറയെ പൊളൻ ഗ്രെയിൻസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടേക്ക് എത്തി. ഓക്കെ, നമ്മൾ ആ ഫ്ലോ കണ്ടിട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ കാറ്റ് വഴി നടത്തുകയാണെങ്കിൽ എന്ത് പ്രത്യേകതകൾ അതിൽ ഉണ്ടാവണം പോളിനേഷൻ എടുക്കാൻ വേണ്ടി? അപ്പോൾ പൊളൻ ഗ്രെയിൻസ് എന്ത് പ്രത്യേകത ഉണ്ടായാൽ മാത്രമേ അതവിടെ എത്തുള്ളൂ, അടുത്ത പ്ലാന്റിലേക്ക് എത്തുള്ളൂ? സാറേ, പൊളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. വെയിറ്റ് കുറവായിരിക്കണം. വെയിറ്റ് വളരെ ലൈറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് എവിടെ എത്തുള്ളൂ? ഇവിടേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പല സ്ഥലത്ത് പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. നോൺ സ്റ്റിക്കി ആയിരിക്കണം. പൊളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം? നോൺ സ്റ്റിക്കി ആയിരിക്കണം. നോൺ സ്റ്റിക്കി ആയ എന്താ ഗുണം? അത് കാറ്റത്ത് പറക്കണ സമയത്ത് അവിടെ ഇവിടെയും പറ്റിപ്പിടിച്ച് സ്റ്റിക്കൺ ചെയ്ത് നിൽക്കാൻ പാടില്ല. അത് കറക്റ്റ് സ്റ്റിക്ക് മേലെ തന്നെ ചെന്ന് പതിക്കാൻ വേണ്ടി അത് നോൺ സ്റ്റിക്കി ആവണം. ഓക്കെ, മറ്റൊരു പ്രത്യേകത, കാറ്റിനെ ഉൾക്കൊള്ളാൻ വേണ്ടി, കാറ്റ് കൃത്യമായി കിട്ടാൻ വേണ്ടി എന്താണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, അതായത് നീണ്ടു നിൽക്കുന്ന സ്റ്റൈമെൻസ്, വെൽ എക്സ്പോസ്ഡ് സ്റ്റൈമെൻസ് ആയിരിക്കണം. എന്നാൽ മാത്രം വെൽ എക്സ്പോസ്ഡ് സ്റ്റൈമൻ എക്സാമ്പിളാണ് ഇത്. വെൽ എക്സ്പോസ്ഡ് സ്റ്റൈമൻ പുറത്തേക്ക് കാണാം. ഇതിങ്ങനെ കാറ്റ് വീശുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സ്റ്റൈമെൻസ് എന്താ പറയുക, ഈ കാറ്റ് കറക്റ്റായിട്ട് സ്റ്റൈമെൻസ് തട്ടുകയും ആ പറയുന്ന ആന്തർ തട്ടുകയും മെച്ചുറായിട്ടുള്ള പൊളൻ ഗ്രെയിൻസും കൊണ്ട് ഇവിടേക്ക് മൂവ് ചെയ്യും ഈ കാറ്റ്. അതുകൊണ്ട് വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റൈമൻ ആയിരിക്കണം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത, റിസീവ് ചെയ്യുന്ന ഈ പറയുന്ന സ്റ്റിഗ്മ എന്തായിരിക്കണം? സ്റ്റിഗ്മ നല്ല ഫെദറി ആയിട്ട് തുവലുകൾ പോലെ നിറയെ എന്തുണ്ടായിരിക്കണം? സ്റ്റിഗ്മ ഈ പറയുന്ന പിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തുള്ള സ്റ്റിഗ്മ ഫെദറി ആയി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കും അവിടെ മുഴുവൻ ഈ പറയുന്ന പൊളൻ ഗ്രെയിൻസ് തട്ടി അവിടെ പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഫെദറി ആയിരിക്കണം സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം. അപ്പോൾ എന്താണ്, പെട്ടെന്ന് പൊളൻ ഗ്രെയിൻസിന് പിടിച്ച് നിൽക്കാൻ പറ്റും, പിടിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന്, ഫെദറി ആയതുകൊണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു ഓവറിൽ സിംഗിൾ ഓവ്യൂള് മാത്രമേ കാണാൻ പാടുള്ളൂ. ഒരു ഓവർ, ഒറ്റ ഓവറിൽ ഒരു ഓവറിനുള്ളിൽ ഒരു ഓവ്യൂള് മാത്രമേ കാണാൻ പാടുള്ളൂ. ഒരു ഓവ്യൂള് മാത്രമേ കാണാൻ പാടുള്ളൂ. അത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പാക്ക്ഡ് ഫ്ലവേഴ്സ്, അതായത് ഒരു ഇൻഫ്ലോറസൻസിൻ്റെ ഉള്ളിൽ, ഒരു പൂങ്കുല ഫുള്ള് ഉള്ളിൽ എന്താണ് പാക്ക് ചെയ്ത് അടക്കി വെച്ച് എന്താണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഗ്രൂപ്പായി നിൽക്കുമ്പോൾ എല്ലാ സ്റ്റിഗ്മയുടെ ഫെദറൽസുകളും നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ്, പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കും, ഈ കാറ്റത്ത് പറന്ന് വരുന്ന പൊളൻ ഗ്രെയിൻസ് മുഴുവൻ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് എന്തിനും ഒരു ഇൻഫ്ലോറസൻസിൽ കാണാം. ഈ പ്രത്യേകതകൾ ആർക്ക് ഉണ്ടാവണം? വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സ് ഉണ്ടാവേണ്ട പ്രത്യേകതയാണ്. ഓക്കെ, വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്ന ഫെദേഴ്സ് എന്താ പറയുക, ഈ പറയുന്ന പ്ലാന്റ്സ് ഉണ്ടാവേണ്ട പ്രത്യേകത. അത് മെയിലിൻ്റെ ഭാഗത്തായാലും ഫീമെയിലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്ലാന്റ്സ് ആയാലും ഈ പ്രത്യേകതകൾ ഉണ്ടാവണം. പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറഞ്ഞത് കൃത്യം ഈ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുക. 1, 2, 3, 4, 5, 6 പോയിന്റാണുള്ളത്. അതിൽ 6 പോയിന്റിൽ 3 ഈ പറയുന്ന എന്തായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെയിൽ പാർട്ടായിട്ട് ബന്ധപ്പെട്ട്, 3 ഫീമെയിൽ പാർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ പരിചയപ്പെടുത്താണ് ലൈറ്റ് വെയിറ്റ്. പൊളൻ ഗ്രെയിൻസ് എല്ലാം വളരെ ലൈറ്റ് ആയിരിക്കും. തീരെ വെയിറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ കാറ്റത്ത് പറന്ന് പോകാൻ തന്നെ വേണം. അതാണ് ലൈറ്റ് വെയിറ്റ് പൊളൻ ഗ്രെയിൻ. ബിക്കോസ് ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ. നമുക്കറിയാം നോൺ മോട്ടൈൽ ആണ് രണ്ടും. അപ്പോൾ നോൺ മോട്ടൈലായിട്ട് പൊളൻ ഗ്രെയിൻസ് നടത്തണമെങ്കിൽ കാറ്റ് വേണ്ടി സഹായം വേണം, ഏജൻസി വേണം. ഏജൻസിൽ ആദ്യത്തെയാണ് എബയോട്ടിക് ഏജന്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം പൊളൻ ഗ്രെയിൻസ്. അതേപോലെ എവിടെയും തട്ടി അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, അവിടെ നിന്ന് കാറ്റത്ത് വീണ്ടും പറന്ന് പോകാൻ പറ്റണം, അത് സ്റ്റിഗ്മനത്തോളം. അപ്പോൾ അതിന് നോൺ സ്റ്റിക്കി ആയിരിക്കണം. അത് മാത്രമല്ല, കാറ്റ് തട്ടാൻ വേണ്ടി എന്നാണെങ്കിലും ഈ പറയുന്ന സ്റ്റേമെൻസ് വളരെ നീളത്തിൽ വെൽ എക്സ്പോസ്ഡ് ചെയ്ത് പുറത്തേക്ക് നിൽക്കണം. എന്നാൽ മാത്രമേ കാറ്റ് തട്ടിയ പൊളൻ ഗ്രെയിൻസിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻ എന്ന് പറയുന്നത്. അടുത്താണ് ഫെദറി സ്റ്റിഗ്മ ഫെദറി ആയിട്ട് കണ്ടമാന ഫെദറുകളായിട്ട് നിൽക്കുന്ന സമയത്തും ഈസി ആയിട്ട് പൊളൻ ഗ്രെയിൻസിനെ പിടിക്കാൻ പറ്റും. കാറ്റത്ത് വരുന്ന പൊളൻ ഗ്രെയിൻസിനെ പിടിക്കാൻ പറ്റും. അടുത്താണ് ഒരു ഓവറിനുള്ളിൽ ഒരു ഓവറിനുള്ളിൽ ഒരു ഓവ്യൂൾ മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ ലാസ്റ്റ് അടുത്തതാണ്
പാക്ക്ഡ് ഫ്ലവേഴ്സ് അവിടെ ഇൻഫ്ലോറസൻസിൽ പാക്ക് ചെയ്ത പോലെ എന്താണ് ഫ്ലവേഴ്സ് അടക്കി വെച്ച് നിറച്ച് എന്ത് കാണണം, ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്താ പറയുക കൂടുതൽ പോളിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഇതിൽ വരുന്ന വിൻഡ് വഴി പോളിനേഷൻ എടുക്കുന്ന പ്ലാന്റ്സിന് ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചിത്രം വരും, ആ ചിത്രം ഒന്ന് പരിശോധിക്കുക. അത് ഒരു ചോളത്തിൻ്റെ കോൺകോം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ മെയിൽ ഫ്ലവറിൻ്റെ പടമാണ്. ആ മെയിൽ ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് ടേസൽസ് എന്നാണ് വിളിക്കുക. ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ ഇയർ ഷൂട്ട് എന്നാണ് വിളിക്കുക. ഞാൻ പറഞ്ഞതിന് മുമ്പിലേക്ക് വന്ന പടം കോൺകോമിൻ്റെ പടമാണ്, ചോളത്തിൻ്റെ പടമാണ്. അതിൽ മെയിൽ ഫ്ലവറിൻ്റെ പടമാണ് നിങ്ങൾ കാണാം. മെയിൽ ഫ്ലവർ വിളിക്കുന്നത് പിന്നെ ടേസൽസ് എന്നാണ് വിളിക്കുക, കോൺകോംബ് ടേസൽസ് എന്നാണ് വിളിക്കുക. ആ ടേസൽ പിന്നെ ഫീമെയിൽ ഫ്ലവറിൻ്റെ പേരാണ് ഇയർ ഷൂട്ട് എന്നാണ് വിളിക്കുക. നിങ്ങൾ കണ്ട പടത്തിൽ ടേസൽസിൻ്റെ പടങ്ങളുണ്ടാവും. ആ ടേസൽസിൻ്റെ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അഡാപ്റ്റേഷൻസ് അതിൽ കാണാൻ പറ്റും. അമേസിംഗ് അഡാപ്റ്റേഷൻസിൽ 2 അഡാപ്റ്റേഷൻ അതിൽ കാണാൻ പറ്റും. ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ആ ടേസൽസ് വെൽ എക്സ്പോസ്ഡ്, അതിൻ്റെ സ്റ്റേമെൻ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. മാത്രമല്ല ഇൻഫ്ലോറസൻസ് ഹൈലി പാക്ക് ചെയ്തുകൊണ്ട് നിറയെ പാക്ക് ചെയ്ത ഫ്ലവേഴ്സ് ആ പറയുന്ന ഇൻഫ്ലോറസൻസ് നമുക്ക് കാണാൻ കഴിയും. 2 അഡാപ്റ്റേഷൻസ് ആണ് നിങ്ങൾ ആ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തി കോൺകോംബ് എന്ന് പറയുന്ന കോൺകോംബ് മെയിൽ ടേസൽ അല്ലെങ്കിൽ ടേസൽസ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ പരിചയപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞു ടേസൽസ് എന്ന് പറയുന്നത് മെയിൽ ഫ്ലവറിന് എക്സാമ്പിൾ ആണ്. ഫീമെയിൽ ഫ്ലവറിന്റെ പേരാണ് ഇയർ ഷൂട്ട് എന്ന പേരാണ് അറിയപ്പെടുക. ഓക്കെ, അത് ക്ലിയറായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്തപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. വാട്ട് ഈസ് മീൻ ബൈ പോളിനേഷൻ. ദെൻ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കൈൻഡ്സ് ഓഫ് പോളിനേഷനിൽ വാട്ട് ഈസ് മീൻ ബൈ ഓട്ടോഗമി ആൻഡ് ചാസ്മോഗാമസ് ഫ്ലവർ, ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. ദെൻ അതിനുശേഷം നമ്മൾ ഗൈനറ്റോഗമി ഡിസ്കസ് ചെയ്തു. ദെൻ സീനോഗമി അഥവാ ക്രോസ് പോളിനേഷൻ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം ഇതാണ്. ഏജൻസ് ഓഫ് പോളിനേഷനിൽ നമ്മൾ വിൻഡ് വഴിയും അതേപോലെ വാട്ടർ വഴി എബയോട്ടിക്കൽ പോളിനേഷൻ നടക്കുന്നതും അതുപോലെ ബയോട്ടിക്കൽ അനിമൽ വഴി പോളിനേഷൻ നടക്കുന്നു മനസ്സിലാക്കി. അതിൽ വിൻഡ് വഴി പോളിനേഷൻ കാറ്റ് വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിന് ഉണ്ടായിരിക്കേണ്ട അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യൂ. അതിൽ പ്രധാനമായും 6 അനുകൂലനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഈ 6 പോയിന്റായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അതിന് എക്സാമ്പിളാണ് കോൺകോമിൻ്റെ ടേസൽസ്. നമ്മൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ വഴി പോളിനേഷൻ നടത്തുന്ന വാട്ടർ വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന അഡാപ്റ്റേഷൻസ് അഥവാ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്. അതിനുശേഷം നമ്മൾ ബയോട്ടിക് ഫാക്ടേഴ്സ് വഴി അനിമൽസ് വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിന് ഉണ്ടായിരിക്കേണ്ട അനുകൂലനം എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.